കേട്ടിടത്തോളം കണ്ണൊന്നും പോവാത്ത തന്നെ വലിയ കാര്യം. നിനക്കതുകൊണ്ട് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്നാ ഓഫീസിലേക്ക് വരണേ? ഹേ, അവളെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ അവളുടെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ജോലി തൽക്കാലം ഞാനൊന്ന് മാറിക്കാന്ന് വിചാരിക്കുക. ഞാനെന്താണെങ്കിലും ഇത് ഓഫീസിൽ പറയാം. നീ റെസ്റ്റൊക്കെ കഴിഞ്ഞ് വിളിക്കേ. അപ്പൊ നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ പോയി ഭക്ഷണം മേടിച്ചിട്ട്. ഓക്കെ ആൻറ്റി. എടി, നിന്നെ മൈക്കിൾ എന്തെങ്കിലും ചെയ്തോ? നീ എന്തിനാ അത്ര തിടുക്കത്തിൽ അവനെ കുറിച്ച് അന്വേഷിക്കുന്നേ? വെറുതെ അവൻ അങ്ങനെ മുങ്ങി നടക്കില്ലല്ലോ. നീ ഇപ്പൊ എന്താ അങ്ങനെ ചോദിക്കാൻ? അന്ന് അവസാനം എന്തുണ്ടായെന്ന് ഓർമ്മയുണ്ട് നിനക്ക്? ഇല്ല. എന്താ സാറേ, ഞാൻ വിളിച്ചായിരുന്നു അന്ന്? ഇല്ല, അതല്ല. അന്ന് മൈക്കിൾ നിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലേ പറഞ്ഞേ? ആ. അപ്പോ നിന്നെ അപായപ്പെടുത്തി അവൻ രക്ഷപ്പെടാൻ ശ്രമിച്ചതാണെങ്കിലോ? എന്റെ ഡൗട്ട് അതാ. മൈക്കിൾ എന്തിനങ്ങനെ ചെയ്യണം? എടി, അങ്ങനെയുള്ള ആൾക്കാരില്ലേ, ചെറിയ പരിചയം വെച്ച് ബന്ധം സ്ഥാപിച്ച് പിന്നെ ആവശ്യം കഴിയുന്ന സമയത്ത് ഉപേക്ഷിച്ചിട്ടോ കൊന്നിട്ടോ കടന്നു കളയുന്ന ആൾക്കാർ. മൈക്കിൾ അങ്ങനത്തെ ഒരാളല്ല. ഓക്കെ, അന്ന് ആ ഗ്യാസ് എങ്ങനെ പൊട്ടിത്തെറിച്ചേ? അറിയില്ല. പക്ഷെ മൈക്കിൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് എൻ്റെ അവസാനത്തെ ഓർമ്മ. ബാക്കി എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ, നിന്നെ പേടിപ്പിക്കാൻ പറഞ്ഞതല്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. എൻ്റെ ടെൻഷൻ, എൻ്റെ സംശയം ശരിയാണെങ്കിൽ നിനക്ക് ഇപ്പം എല്ലാവരിലും അവനെ കാണാം. ഇനി മൈക്കിൾ തന്നെ നേരിട്ട് നിന്റെ മുന്നിൽ വന്നാ നീ എങ്ങനെ തിരിച്ചറിയും? അതെ, ഞാൻ നടന്നു വന്നിരുന്നെങ്കിലേ ഇതിലും പെട്ടെന്ന് എത്തിയാനെ. ഇതിപ്പോ നീ കാരണം ഞാൻ ലേറ്റ് ആയി. എന്നും നീ മാത്രം സമയത്ത് വന്നാലേ അതിന്റെ മോശം എനിക്കാ. വേഗം നടക്കാം. എന്താ ഇവിടെ? ഇതാ എന്റെ ഓഫീസ്. ഓ, ഇതാണോ ഓഫീസ്? എന്താ ഇവിടെ? ഞാനിവിടെ ഒരു ഇന്റീരിയർ ഡിസൈനിന്റെ കാര്യം സംസാരിക്കാൻ വന്നതാ. ഇന്റീരിയർ ഡിസൈൻ ചെയ്യും? അങ്ങനൊന്നുമില്ല, ജസ്റ്റ് വാൾ പെയിന്റ്. എന്നിട്ടെന്തായി, കിട്ടിയോ? ഇല്ല, MD വന്നിട്ടില്ല, വെയിറ്റിംഗാ. നിത്യ, ഓക്കെ. ഗുഡ് മോർണിംഗ്. വരുന്നില്ലേ? അപ്പോൾ ഗുഡ് ലക്ക്. താങ്ക് യു. ശരി, ബൈ. നിനക്ക് ഇപ്പൊ ലേറ്റ് ആവുന്നതിന് പ്രശ്നമൊന്നുമില്ല അല്ലേ? വാ ഇങ്ങോട്ട്. എന്താ പണിയൊന്നുമില്ലേ?